സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മ ജീവനൊടുക്കിയ സംഭവത്തിലാണ് സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കാസർഗോഡ് ആദൂർ സ്വദേശിനിയായ രേഷ്മയെ ഇന്നലെയാണ് ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷഫീഖ് നസറുള്ള കൂടുതൽ വിവരങ്ങളുമായി. ഷഫീഖ്, ആരാണ് കസ്റ്റഡിയിലുള്ളത്? എന്താണ് പോലീസ് അന്വേഷണത്തിന്റെ ഗതി? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നു പാപ്പു ഇന്നലെ ഉച്ചക്ക് 2:30 മണിയോടുകൂടിയാണ് അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ആൺ സുഹൃത്ത് സന്ദേശിനൊപ്പമായിരുന്നു താമസം. നേരത്തെ ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞതിനു ശേഷം നിയമപരമായി വിവാഹ ബന്ധം ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ആൺ സുഹൃത്തിനൊപ്പം താമസിച്ചിരുന്നത്. ഈ ആൺ സുഹൃത്തും യുവതിയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നതായി പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. സന്ദേശിനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യലാണ് പോലീസ് നടത്തുന്നത്. ഈ സംഭവത്തിൽ രേഷ്മയുടെ പിതാവും സഹോദരനും പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഏതെങ്കിലും സ്വഭാവത്തിലുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ടപ്പോൾ വീട് അകത്തു നിന്ന് പൂട്ടിയിരുന്നില്ല എന്ന വിവരമുണ്ട്. ആൺ സുഹൃത്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആൺ സുഹൃത്താണ് രേഷ്മയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും അതിനുശേഷമാണ് സഹോദരനും പിതാവും ആശുപത്രിയിൽ എത്തിയതും പറയുന്നുണ്ട്. പിതാവും രേഷ്മയുടെ സഹോദരനുമാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. വിശദമായ പോസ്റ്റ്മോർട്ടം കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ പുരോഗമിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള നടപടിയിലേക്ക് കടക്കൂ. ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ കാസർഗോഡ് പോലീസ് ഈ സന്ദേശൻ നടത്തുന്നുണ്ട്. സന്ദേശന് മുമ്പ് 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ഭർത്താവുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ തുടർന്ന് നിയമപരമായി തന്നെ വിവാഹബന്ധം ഏർപ്പെടുത്തി ഈ സന്ദേശിനോടൊപ്പം താമസം തുടങ്ങിയത്. ആസാദ് നഗറിലുള്ള ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടത്. ആ സമയത്ത് അതിന്റെ കുറച്ച് ദിവസങ്ങളായി ഈ ആൺസുഹൃത്തുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില വഴക്ക് അവിടെ നടന്നിരുന്നു. അതിന്റെ പിന്നാലെ ആണ് ഈ ജീവനൊടുക്കിയത് എന്ന കാര്യം പുറത്തു വരുന്നത്. പിതാവും സഹോദരനും നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയും